പുതിയ PSC വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 89 കാറ്റഗറികളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജനറൽ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 179/2025 പ്രൊഫസർ, ഹോമിയോപ്പതിക് ഫാർമസിയിൽ പ്രൊഫസർ, ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളാണ്. ശമ്പളം UGC നിരക്ക്, ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 22 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. യോഗ്യതകൾ: ഹോമിയോപ്പതിയിൽ അംഗീകൃത ബിരുദാനന്തര ബിരുദം, അസോസിയേറ്റ് പ്രൊഫസറായി ബന്ധപ്പെട്ട വിഷയത്തിൽ 5 വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ അംഗീകൃത ഹോമിയോ മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്നുള്ള 10 വർഷത്തിൽ കുറയാത്ത റെഗുലർ അധ്യാപന പരിചയം. ഇൻഡെക്സ് ചെയ്തതോ അല്ലെങ്കിൽ പീർ റിവ്യൂ ചെയ്തതോ ആയ ജേണലിൽ പ്രധാന രചയിതാവോ സഹരചയിതാവോ 2 ഒറിജിനൽ പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കണം. അഭിലഷണീയമായ യോഗ്യതകൾ: 1. ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിന് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഗൈഡായി 5 വർഷത്തിൽ കുറയാത്ത പരിചയം. 2. ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ 3 വർഷത്തിൽ കുറയാത്ത അഡ്മിനിസ്ട്രേറ്റീവ് പരിചയം. 3. ബന്ധപ്പെട്ട സർവകലാശാലയോ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷനോ അംഗീകരിച്ചിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിലോ ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിലോ ഉള്ള ഗവേഷണ പരിചയം. ഇത്രയുമാണ് പ്രൊഫസർ ഇൻ ഹോമിയോപ്പതിക് ഫാർമസിയിലേക്ക് വേണ്ടുന്ന യോഗ്യതകൾ. അപ്പോൾ ഒരൊഴിവ് ആണ് എന്ന് വിചാരിച്ചിട്ട് അപേക്ഷിക്കാതിരിക്കരുത്. ഇപ്പോൾ ഒരു ഒഴിവുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും നിങ്ങൾ ആ ഒരൊഴിവ് കണ്ട് അപേക്ഷിക്കാതിരിക്കരുത്. കാരണം ഇപ്പോൾ നിലവിലുള്ള ഒഴിവുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് സർജൻ ഓർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ശമ്പളം 63,700 രൂപ മുതൽ 1,23,700 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ. യോഗ്യതകൾ: മോഡേൺ മെഡിസിൻ അതായത് MBBSലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. രണ്ടാമത്തത് തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാധുതയുള്ള രജിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയുമാണ് യോഗ്യതകൾ. ഇനി അടുത്തത് അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസാണ്. ശമ്പളം 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 21 വയസ്സ് മുതൽ 42 വയസ്സ് വരെ. യോഗ്യതകൾ: കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ഹോമിയോപ്പതി ബിരുദം, അല്ലെങ്കിൽ സമയദൈർഘ്യത്തിലും ഹൗസ് സർജൻസിയിലും ഇൻറ്റേൺഷിപ്പിലും മേൽപ്പറഞ്ഞതിന് തത്തുല്യമായുള്ള ബിരുദം. ഈ യോഗ്യതകൾ ഹോമിയോപ്പതി സെൻട്രൽ കൗൺസിൽ ആക്ട് 1973 ഷെഡ്യൂൾ 2 ഉൾപ്പെട്ടതായിരിക്കും. അടുത്തത് കാറ്റഗറി നമ്പർ 182/2025, 184/2025 മെഡിക്കൽ ഓഫീസർ ഹോമിയോ തസ്തികമാറ്റം വഴിയുള്ള നിയമനം. ശമ്പളം 55,200 മുതൽ 1,15,300 രൂപ വരെ. കാറ്റഗറി നമ്പർ 182/2025 കാറ്റഗറി എ നഴ്സ് 3 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 183/2025 കാറ്റഗറി ബി ഫാർമസിസ്റ്റ് 3 ഒഴിവുകൾ. 184/2025 കാറ്റഗറി സി ക്ലർക്ക് 3 ഒഴിവുകൾ. പ്രായപരിധി ബാധകമല്ല. താഴെ പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് തസ്തികമാറ്റം വഴിയുള്ള നിയമനം. വിഭാഗങ്ങൾ: ഹോമിയോപ്പതി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഹോമിയോ നഴ്സുമാരിൽ നിന്ന് തസ്തികമാറ്റം വഴിയുള്ള നിയമനം. കാറ്റഗറി എ. ഹോമിയോപ്പതി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഹോമിയോ ഫാർമസിസ്റ്റുമാരിൽ നിന്ന് തസ്തികമാറ്റം വഴിയുള്ള നിയമനം. കാറ്റഗറി ബി. ഹോമിയോപ്പതി വകുപ്പിൽ ജോലി ചെയ്യുന്ന ക്ലർക്കുമാരിൽ നിന്ന് തസ്തികമാറ്റം വഴിയുള്ള നിയമനം. കാറ്റഗറി സി. യോഗ്യതകൾ: കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ഹോമിയോപ്പതിയിലുള്ള ബിരുദം, അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ യോഗ്യതയ്ക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളോ കേരള സർക്കാരോ അംഗീകരിച്ചതോ ഹോമിയോപ്പതി സെൻട്രൽ കൗൺസിൽ ആക്ട് 1973 ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്തിയതോ ആയ ബിരുദം.
ഹൗസ് സർജൻസി ഓർ ഇൻറ്റേൺഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. കേരളത്തിലെ ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രാറിൽ നിന്നുള്ള എ ക്ലാസ് രജിസ്ട്രേഷൻ. ഹോമിയോപ്പതി സർവീസിൽ നേഴ്സ്, ഹോമിയോ ഫാർമസി അല്ലെങ്കിൽ ക്ലർക്ക് തസ്തികയിൽ അപ്രൂവ്ഡ് പ്രൊബേഷൻ അല്ലെങ്കിൽ ഫുൾ മെമ്പർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.